ഹായ് ഓൾ. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ 12th സ്റ്റാൻഡേർഡ് മാക്രോ എക്കണോമിക്സിലെ നാഷണൽ ഇൻകം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ എന്നോണം ആ മാക്രോ എക്കണോമിക്സിൽ തന്നെ അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള മണി ആൻഡ് ബാങ്കിങ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന പോർഷനിലെ എക്സാമിന് ആവശ്യമുള്ള ഭാഗങ്ങൾ ഏറ്റവും വേഗത്തിൽ നമുക്ക് നോക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം. അപ്പൊ അതിൽ ആദ്യമായിട്ട് പറയുന്നത് ബാർട്ടർ എക്സ്ചേഞ്ചിനെ പറ്റി. നമുക്കറിയാം ബാർട്ടർ സിസ്റ്റം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് മണി നമുക്ക് എന്താ അറിയാം, പണമാണെന്ന് അറിയാം. നമ്മളൊരു സാധനം മേടിക്കാൻ കൊടുക്കുന്നതിനെയാണ് പണം എന്ന് പറയുന്നത് അല്ലെ. പണം നമ്മൾ യൂസ് ചെയ്യുന്നു. ഇപ്പൊ പണം കൊടുത്തിട്ട് ആ സാധനം മേടിക്കുന്നു. അപ്പൊ പണം വരുന്നതിന് മുന്നേ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് നമ്മൾ ഒരു പണത്തിനെ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, അല്ലെങ്കിൽ അതൊരു അങ്ങനത്തെ ഒരു സിസ്റ്റം വരുന്നതിന് മുന്നേ നമ്മൾ ബാർട്ടർ എക്സ്ചേഞ്ച് ആണ് നമ്മൾ ഫോളോ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ബാർട്ടർ സിസ്റ്റം ആണ് ഫോളോ ചെയ്തിരുന്നത്. അതായത് ഇപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഒരു സാധനം മറ്റൊരാളയിൽ ഉണ്ടാവുകയും അയാൾക്ക് ആവശ്യമുള്ള സാധനം എൻ്റെ കയ്യിൽ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നമ്മൾ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഇവിടെ മണി എന്ന് പറയുന്ന ഒരു സംഗതി വരുന്നില്ല മീഡിയമായിട്ട്. നമുക്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സാധനങ്ങൾ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്നതിനാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സിസ്റ്റം നടപ്പിലാക്കണമെങ്കിൽ ഡബിൾ കോയിൻസിഡൻസ് ഓഫ് ബോണ്ട് ഉണ്ടായിരിക്കണം. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമുള്ള സാധനങ്ങളായിരിക്കണം രണ്ടുപേരുടെയും കയ്യിൽ ഉണ്ടാകേണ്ടത്. എന്നാൽ മാത്രമേ അവിടെ ബാർട്ടർ സിസ്റ്റം വർക്ക് ആവത്തുള്ളൂ. ഉദാഹരണം, എനിക്കിപ്പോൾ വേണ്ടത് നെല്ലാണ്, എൻ്റെ കയ്യിലുള്ളത് ഗോതമ്പാണ്. വേറൊരാളുടെ കയ്യിൽ നെല്ലുണ്ട്, അപ്പൊ അയാൾക്ക് ഗോതമ്പ് ആവശ്യമാണെങ്കിൽ ഞാൻ എൻ്റെ കയ്യിലെ ഗോതമ്പ് കൊടുത്തിട്ട് അയാളുടെ കയ്യിൽ നെല്ല് മേടിക്കുന്നു. അതാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ആ ഒരു സിസ്റ്റത്തിനെ പറ്റി മനസ്സിലാക്കുമ്പോൾ തന്നെ അതിന്റെ പോരായ്മകളും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അത് കേൾക്കുന്ന സമയത്ത് തന്നെ അതിന്റെ പോരായ്മകളെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലെ. ഇപ്പൊ നോക്കിയാൽ നമ്മളിവിടെ പറയുന്നുണ്ട്, എ എന്ന് പറയുന്ന ആളുടെ കയ്യിൽ വീറ്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന ആളുടെ കയ്യിൽ റൈസ് ഉണ്ട്. ഇവിടെ ബിക്ക് വേണ്ടത് വീറ്റും എക്ക് വേണ്ടത് റൈസും ആണെങ്കിൽ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ചേഞ്ച് ചെയ്യുന്നു. അതേസമയം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടെ എക്ക് വേണ്ടത് റൈസ് അല്ല മിൽക്ക് ആണെങ്കിൽ ഇവിടെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. രണ്ടുപേർക്കും ഡബിൾ കോയിൻസിഡൻസ് ഓഫ് ബോണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ബാർട്ടർ എക്സ്ചേഞ്ച് നടക്കത്തുള്ളൂ. അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട പോരായ്മ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലൊരു പോരായ്മ പരിഹരിക്കാൻ വേണ്ടി തന്നെയാണ് എന്ത് വരുന്നത്, മണി വരുന്നത്, പണം അല്ലെ, പണം വരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ബാർട്ടർ എക്സ്ചേഞ്ചിന്റെ ഒരു പോരായ്മ പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് മണിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, പണത്തിന്റെ. അപ്പോൾ ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റോൾ ഓഫ് മണി ഈസ് ദാറ്റ് ഇറ്റ് ആക്ട്സ് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. പൈസ എന്ന് പറയുന്നത് ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എക്സ്ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം മേടിക്കുമ്പോൾ നമുക്ക് പകരമായിട്ട് പൈസ നമുക്ക് കൊടുക്കാം. നേരത്തെ ബാർട്ടർ എക്സ്ചേഞ്ചിന്റെ ആ ഒരു പോരായ്മകൾ പരിഹരിക്കുന്നത് നമുക്ക് പണം കൊടുത്തിട്ട് ആ സാധനം മേടിക്കാം. മനസ്സിലായല്ലോ, അതാണ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. പറഞ്ഞിരിക്കുക, ഫങ്ഷൻസ് ഓഫ് എ മണിയിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ അതിനെ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് യൂസ് ചെയ്യാം. ഒരു സാധനം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു മാധ്യമമായിട്ട് നമുക്ക് പണത്തിനെ ഉപയോഗിക്കാം. മണി ഓൾസോ ആക്ട്സ് ആസ് എ കൺവീനിയന്റ് യൂണിറ്റ് ഓഫ് അക്കൗണ്ട്. എന്താണ് യൂണിറ്റ് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നത്? ഏതൊരു സാധനത്തിന്റെ മൂല്യം, വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, പണത്തിന്റെ ടേമിൽ, ഇൻ ടേംസ് ഓഫ് മണി നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്രസ് ചെയ്യാം. ഇപ്പോ നമ്മൾ പറയുന്ന പോലെ മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, പേന ആയിക്കോട്ടെ, പാലായിക്കോട്ടെ, ഈ പറയുന്ന സാധനങ്ങൾ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യും. നിങ്ങൾ ബാർട്ടർ സിസ്റ്റത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്, ഞാനിപ്പോ എൻ്റെ കയ്യിലുള്ള ഗോതമ്പ് എക്സ്ചേഞ്ച് ചെയ്യുന്നു, അയാളുടെ കയ്യിലുള്ള നെല്ല് എക്സ്ചേഞ്ച് ചെയ്യുന്നു. രണ്ടിനും മാർക്കറ്റിൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ച് രണ്ടിനും മാർക്കറ്റിൽ ഒരേ വാല്യൂ അല്ല. ഇപ്പൊ രണ്ടിന്റെ വാല്യൂ വ്യത്യാസമുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ബാർട്ടർ സിസ്റ്റത്തിൽ അങ്ങനെ ഒരു പോരായ്മയുണ്ട്. ഞാൻ കൊടുക്കുന്ന സാധനത്തിന് ചിലപ്പോൾ മൂല്യം കൂടുതലായിരിക്കും, അവിടെ നിന്ന് എനിക്ക് കിട്ടുന്ന സാധനത്തിന് ചിലപ്പോൾ മൂല്യം കുറവായിരിക്കും. ഇപ്പൊ കൃത്യമായിട്ടൊരു മൂല്യം നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ബാർട്ടർ സിസ്റ്റം പ്രകാരം. പക്ഷെ പൈസയിൽ എന്താണ്, യൂണിറ്റ് ഓഫ് അക്കൗണ്ട്. കൃത്യമായിട്ട് ഓരോ സാധനത്തിന്റെ വില, ഒരു പേന 5 രൂപ, ഒരു നോട്ട്ബുക്ക് 25 രൂപ. അപ്പൊ മനസ്സിലായില്ലേ, 5 പേനയ്ക്ക് തുല്യമാണ് ഒരു നോട്ട്ബുക്ക് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ അവിടെ എന്തൊക്കെ കൃത്യമായിട്ടും പൈസ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ പറയുന്ന സാധനങ്ങളുടെ വില എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ ഒരു കൺവീനിയന്റ് യൂണിറ്റ് ഓഫ് അക്കൗണ്ട് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ വാല്യൂ മോണിറ്ററി ടേംസ്, പൈസയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ബാർട്ടർ സിസ്റ്റത്തിന് മറ്റു പല പ്രശ്നങ്ങളും ഉണ്ട്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ക്യാരി ഫോർവേഡ് വൺസ് വെൽത്ത് അണ്ടർ ദ ബാർട്ടർ സിസ്റ്റം. ബാർട്ടർ സിസ്റ്റം പ്രകാരം ഒരാളുടെ വെൽത്തിനി ഭാവിയിലോട്ട് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്, ഞാനിപ്പോൾ ഒരാൾക്ക്
നെല്ലോ ഗോതമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കുന്നു, തടിയോ എന്തെങ്കിലുമൊക്കെ മരം മുറിച്ചിട്ട് കൊടുക്കുകയാണ്. എനിക്ക് തിരിച്ച് കിട്ടിയത് കുറെ സവോളയും കുറെ പിന്നെ ടൊമാറ്റോ ഒക്കെ ആണെന്ന് വിചാരിക്കാം. ആ ടൊമാറ്റോ എനിക്ക് എത്ര കാലത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും? അതിന് എനിക്ക് ഇപ്പൊ നിലവിൽ ആവശ്യമില്ല, എനിക്ക് ഭാവിയിലാണ് ടൊമാറ്റോ വേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുമോ? പറ്റില്ല. അതായത് ഭാവിയിലത്തേക്ക് ബാർട്ടർ സിസ്റ്റം പ്രകാരം എക്സ്ചേഞ്ച് ചെയ്യുന്ന സാധനങ്ങൾ ഭാവിയിലത്തെ ഉപയോഗത്തിന് സൂക്ഷിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ ഒരു ഉപയോഗത്തിനാണ് നമ്മൾ എനിക്കിപ്പോ തക്കാളി ഒനിയനൊന്നും ആവശ്യമില്ല, വേറൊരാൾക്ക് എന്റെ കയ്യിലിരിക്കുന്ന കുറെ തടി ആണ് ആവശ്യം, അത് ഞാൻ കൊടുത്തു, പകരം ഞാൻ ടൊമാറ്റോ ഒനിയനൊക്കെ വാങ്ങിച്ചു. അത് മേടിച്ച് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? എനിക്ക് ഇപ്പം ഗുണമില്ല, ഭാവിയിലത്തേക്ക് ഞാൻ ഗുണം വരും എന്ന് പറഞ്ഞ് ഒനിയനൊക്കെ മേടിച്ച് വെക്കാൻ പറ്റില്ല, അത് കേടായിപ്പോ. അപ്പൊ അതിന്റെ പ്രത്യേകത ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ പൈസ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ലേ? സ്റ്റോർ ആസ് വാല്യൂ ഫോർ ഇൻഡിവിജ്വൽ. ഭാവിയിലത്തേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ലേ? ഭാവിയിലത്തേക്കും സ്റ്റോർ ചെയ്യാം. അപ്പൊ നിങ്ങൾ പറയും ഭാവിയിലത്തേക്ക് പൈസ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പൈസയുടെ മൂല്യം കുറയത്തില്ലേ? കാരണം സാധനങ്ങളുടെ വില കൂടുകയല്ലേ, ഓരോ ദിവസവും സാധനങ്ങളുടെ വില കൂടുന്നു, അപ്പൊ പൈസയുടെ മൂല്യം കുറയില്ലേ? കുറയും ആണല്ലോ. നമുക്കറിയാം റൈസിംഗ് പ്രൈസ് ലെവൽ മേ എറോഡ് ദ പർച്ചേസിംഗ് പവർ ഓഫ് ദ മണി. ഓരോ ദിവസവും നമ്മൾ പറയാറുണ്ട്, പണ്ട് നമ്മുടെ അമ്മുമ്മയുടെയൊക്കെ സമയത്തൊക്കെ എന്ത് പറയുന്നുണ്ട്, സ്വർണത്തിന്റെ വില 1000 രൂപയായിരുന്നു, അല്ലെങ്കിൽ 5000 രൂപയായിരുന്നു, 100 രൂപയൊക്കെ ഉണ്ടായിരുന്ന സമയം പറയുന്നുണ്ട്. ഇന്ന് എത്രയാണ്? 40,000-ന് മുകളിലാണ്. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ സ്വർണത്തിന്റെ വില കൂടി. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ രൂപയുടെ മൂല്യം അല്ലെങ്കിൽ രൂപ കൊണ്ട് വാങ്ങാൻ പറ്റുന്ന സാധനത്തിന്റെ വില കൂടി. അതായത് രൂപയുടെ പർച്ചേസിംഗ് പവർ കുറഞ്ഞു. പർച്ചേസിംഗ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനിപ്പോ 1 രൂപ കൊടുത്ത് മുന്നേ വാങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനം മേടിക്കണമെങ്കിൽ ഇപ്പൊ 10 രൂപ കൊടുക്കണം. അപ്പൊ രൂപയുടെ പർച്ചേസിംഗ് പവർ അവിടെ കുറയുന്നു സാധനത്തിന്റെ വില കൂടുമ്പോൾ. അത് നിറഞ്ഞിരിക്കുക. അപ്പൊ വേണമെങ്കിൽ ചോദിക്കാം, റൈസിംഗ് പ്രൈസ് ലെവൽ, സാധനത്തിന്റെ വില കൂടുന്നത് രൂപയുടെ പർച്ചേസിംഗ് പവർ കുറയുന്നതിന് കാരണം, രൂപ മാത്രമല്ല ഏതൊരു കറൻസിയുടെയും പർച്ചേസിംഗ് പവർ കുറയുന്നതിന് കാരണമാണോ? ആണ്. ഇനി വേറൊരു കാര്യം മനസ്സിലാക്കുക, ഇത് നമുക്ക് സ്റ്റോർ ചെയ്യാം. എന്ത് ചെയ്യുന്നുണ്ട്? അത് നമുക്ക് ഗോൾഡ് ആയിട്ടും ലാൻഡഡ് പ്രോപ്പർട്ടി ആയിട്ടും ബോണ്ടുകളായിട്ട് എന്തായിട്ട് വേണമെങ്കിലും എന്ത് ചെയ്യാം, കാശ് സ്റ്റോർ ചെയ്യാമെങ്കിൽ പോലും പല ആൾക്കാരും പൈസ ആയിട്ട് തന്നെ സ്റ്റോർ ചെയ്യുന്നു. കാരണം എന്താണ്? ഏറ്റവും യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ എന്ന് പറയുന്ന കാശാണ്. നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ മുൻ വർഷം ചോദിച്ചിരുന്നു അല്ലെ, മുന്നേ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ് ഏതാണ്? ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ കാശാക്കി മാറ്റാൻ പറ്റുന്നതിനാണ് ലിക്വിഡിറ്റി. അല്ലെങ്കിൽ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഒരു സാധനത്തിന് ഏറ്റവും വേഗത്തിൽ കാശാക്കി മാറ്റാൻ പറ്റുക, അതാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും വേഗത്തിൽ കാശാക്കി മാറ്റാൻ പറ്റുന്ന അസറ്റ് ഏതാണ് നമ്മുടെ കയ്യിലുള്ളത്? ഏറ്റവും വേഗത്തിൽ കാശാക്കി മാറ്റാൻ പറ്റുന്ന അസറ്റ് ഏതാണ്? അത് നമ്മുടെ കയ്യിലുള്ള കാശ് തന്നെയാണ് അല്ലെ. കാശാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ച് സാധനങ്ങൾ മേടിക്കാൻ പറ്റുക, ക്യാഷ് തന്നെയാണ്, മണി. നമ്മുടെ കയ്യിലുള്ള പൈസയാണ് ഏറ്റവും ലിക്വിഡ് അസറ്റ് എന്ന് പറയുന്നത്. പിന്നീട് നമ്മുടെ ലിക്വിഡ് അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന സേവിങ്സ് ഡെപ്പോസിറ്റ്, UPI യൂസ് ചെയ്ത് നമ്മൾ നടത്തില്ല. കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമ്മൾ UPI പേയ്മെന്റ് അല്ലേ നടത്തുന്നത്, ബാങ്കിൽ കിടക്കുന്ന പൈസ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പറയാം, ഗോൾഡ് അല്ലെ. അത് കഴിഞ്ഞിട്ട് വസ്തു, മീൻസ് അത് കഴിഞ്ഞിട്ടൊക്കെ മറ്റ് അസറ്റുകൾ വരുന്നുള്ളൂ. പെട്ടെന്ന് എനിക്കൊരു പൈസ വേണം, വസ്തു വിൽക്കാൻ പറ്റുമോ? എന്റെ കയ്യിൽ എന്റെ വസ്തു വിൽക്കാൻ എനിക്ക് പറ്റത്തില്ല, എന്റെ വീട് വിൽക്കാൻ പറ്റത്തില്ല. ഗോൾഡ് നമുക്ക് പിന്നെയും പണയം വെക്കാം. ആദ്യം നമുക്ക് ലിക്വിഡ് ആയിട്ട് മാറ്റാൻ പറ്റുന്ന കാശാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്ന കൂടുതൽ ആൾക്കാരും കാശായിട്ട് പൈസ സേവ് ചെയ്യുന്നു. അത് കയ്യിലാണെങ്കിലും ബാങ്കിലായിട്ടും എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. കാരണം അതിനാണ് യൂണിവേഴ്സൽ അക്സെപ്റ്റബിലിറ്റി നമ്മൾ പറയുന്നത്. ഇനി ഡിമാൻഡ് ഫോർ മണി, പൈസയുടെ ഡിമാൻഡിനെ പറ്റി പറയുന്നു. പീപ്പിൾ കീപ് ദെയർ സേവിങ്സ് ഇൻ ദ ഫോം ഓഫ് മണി റാദർ ദാൻ പുട്ടിംഗ് ഇൻ ദ ബാങ്ക്. അതായത് കൂടുതൽ ആൾക്കാരും കയ്യിൽ കാശ് കരുതുന്നതിനാണ് താല്പര്യം ബാങ്കിൽ ഇടുന്നതിനേക്കാളും. പക്ഷെ ചില സമയങ്ങളിൽ ആൾക്കാർ ബാങ്കിൽ കാശ് ഇടാറുണ്ട്, അല്ലെങ്കിൽ ആൾക്കാർ കയ്യിൽ കൂടുതൽ കാശ് വെക്കാറില്ല. എപ്പോഴാ? ഇൻട്രസ്റ്റ് റേറ്റ് കൂടി നിൽക്കുന്ന സമയത്ത്, പലിശ നിരക്കുകൾ കൂടി നിൽക്കുന്ന സമയത്ത് ജനങ്ങളുടെ കയ്യിലോട്ട് പൈസ കുറയുന്നു. കാരണം ജനങ്ങൾ കൂടുതൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ തയ്യാറാകുന്നു അല്ലെ. അപ്പൊ പലിശ കൂടി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പലിശ കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്പോസിറ്റിന്റെ പലിശയും കൂടുന്നു, ലോണുകളുടെ പലിശയും കൂടുന്നു. അപ്പൊ ഡെപ്പോസിറ്റിന്റെ പലിശ കൂടുമ്പം ആൾക്കാർ എന്ത് വിചാരിക്കും? നമുക്ക് നമ്മുടെ കയ്യിലുള്ള പൈസ കൊണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, കൂടുതൽ പലിശ കിട്ടുമല്ലോ. ഇനി ലോൺ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാർ വിചാരിക്കും എന്താ, അയ്യോ ഇത്ര ഉയർന്ന പലിശയായിട്ട് നമുക്ക് ഇപ്പോൾ തൽക്കാലം ലോൺ എടുക്കണ്ട. അപ്പം ജനങ്ങളുടെ കയ്യിലുള്ള കാശ് കുറയുന്നു. മനസ്സിലാവില്ലേ? ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ, പലിശ നിരക്ക് കൂടുമ്പോൾ ജനങ്ങളുടെ കയ്യിലെ കാശ് കൂടുകയാണോ കുറയുകയാണോ? കുറയുന്നു. കാരണം ജനങ്ങൾ അവരുടെ കയ്യിലുള്ള കാശ് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും കൂടുതൽ പലിശ കിട്ടാൻ. അതുപോലെ ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ലോൺ എടുക്കുന്നുമില്ല. ഇനി തിരിച്ചാണ്, പലിശ നിരക്ക് കുറഞ്ഞാൽ ജനങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിക്കും, കൂടുതൽ ആൾക്കാർ ലോൺ എടുക്കും, ജനങ്ങളുടെ കയ്യിൽ കാശ് കാണും. അതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് നമ്മൾ പറയുന്നത്. ഇനി
സപ്ലൈ ഓഫ് മണിയുടെ കാര്യം പറയുന്നുണ്ട്. എന്ത് ചെയ്യുന്നു? മണി സപ്ലൈ നടത്തുന്നത് നമ്മുടെ രാജ്യത്ത് ബാങ്കുകൾ വഴിയാണ് കൂടുതലായിട്ടും മണി സപ്ലൈ നടത്തുന്നത്. അതിൽ ബാങ്കുകളെല്ലാം നിയന്ത്രിക്കുന്ന ആരാണ്? കേന്ദ്ര ബാങ്ക് ആണെന്നറിയാം. നമ്മുടെ രാജ്യത്തെ കേന്ദ്ര ബാങ്ക് RBI ആണെന്നറിയാം. 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ. അപ്പൊ 1926 ഹിൽട്ടൺ യങ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വരുന്നത്. അപ്പൊ 1926 നിലവിൽ വരുന്നു എന്നല്ല പറഞ്ഞത്. ഹിൽട്ടൺ യങ് കമ്മീഷന്റെ റിപ്പോർട്ട് വരുന്നത് 1926 അതിന്റെ അടിസ്ഥാനത്തിൽ 1934 RBI ആക്ട് പാസ്സാകുകയും 1935 RBI നിലവിൽ വരികയും ചെയ്തു. 35 ഏപ്രിൽ 1 നിലവിൽ വരികയും ചെയ്യുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് അതിന്റെ പേര്. നമ്മുടെ രാജ്യത്ത് കറൻസി ഇഷ്യൂ ചെയ്യുന്ന ആരാണ്? റിസർവ് ബാങ്കാണ്. മണി സപ്ലൈ, പണത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന ആരാണ്? റിസർവ് ബാങ്ക് ആണ്. എങ്ങനെയാ? ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, CRR, SLR, അങ്ങനെ പല മാർഗങ്ങളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ബാങ്കുകളുടെ എന്ത് നിയന്ത്രിക്കുന്നുണ്ട്? ഈ ബാങ്കുകളിലോട്ട് എത്തുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ കയ്യിലോട്ട് എത്തുന്ന കാശിന്റെ അളവ് നിയന്ത്രിക്കുന്നു. ഇനി ബാങ്കുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു, ഗവൺമെന്റിന്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു. നമ്മുടെ രാജ്യത്തെ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? റിസർവ് ബാങ്കിന്റെ കയ്യിലാണ്. ബാങ്കിങ് സിസ്റ്റത്തിന്റെ ബാങ്കുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത് RBIയുടെ ഫംഗ്ഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടല്ലോ, RBIയുടെ ഫംഗ്ഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. RBIയുടെ ഫംഗ്ഷൻ ആണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാ പറയുന്നത്? അപ്പൊ നമ്മുടെ രാജ്യത്ത് കറൻസി ഇഷ്യൂ ചെയ്യുന്നത് ആരാണെന്ന് പറയുന്നു? റിസർവ് ബാങ്ക് ആണെന്ന് പറയുന്നുണ്ട്. എങ്ങനെയൊക്കെയാ? ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ പല മാർഗങ്ങളിലൂടെ നിയന്ത്രിക്കുന്നു. ഇനി ബാങ്കർ ടു ദ ഗവൺമെന്റ്, ഗവൺമെന്റിന്റെ ബാങ്കറായിട്ട് പ്രവർത്തിക്കുന്നു. കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, നമ്മുടെ രാജ്യത്തെ വിദേശ നാണ്യത്തിന്റെ കസ്റ്റഡി ആർക്കാണ്? RBIക്കാണ്. ബാങ്ക് ടു ദ ബാങ്കിങ് സിസ്റ്റം, ബാങ്കുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത് ദ കറൻസീസ് ഇഷ്യൂഡ് ബൈ ദ സെൻട്രൽ ബാങ്ക് ഹെൽഡ് ബൈ ദ പബ്ലിക്. ഇനി ഈ ഒരു പോയിന്റ് ഒന്ന് ഓർത്തിരിക്കുക. ഈ ഒരു പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ച്. ഈ ഒരു പോയിന്റിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ദ കറൻസി ഇഷ്യൂഡ് ബൈ ദ സെൻട്രൽ ബാങ്ക്, കേന്ദ്ര ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന കറൻസി ക്യാൻ ബി ഹെൽഡ് ബൈ ദ പബ്ലിക് ഓർ ബൈ ദ കൊമേഴ്ഷ്യൽ ബാങ്ക്, അല്ലെ? അതായത് കേന്ദ്ര ബാങ്ക്, റിസർവ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന കറൻസി ജനങ്ങളുടെ കയ്യിൽ കാണും, അല്ലെങ്കിൽ ജനങ്ങൾ അത് ബാങ്കുകളിൽ സൂക്ഷിച്ചിരിക്കും, അല്ലെ? ഒന്നെങ്കിൽ ബാങ്കുകളുടെ കയ്യിലായിരിക്കും, അല്ലെങ്കിൽ ജനങ്ങളുടെ കയ്യിൽ കാശായിട്ട് നേരിട്ടുണ്ടാവും. ഇതിനെയാണ് നമ്മൾ ഹൈ പവേർഡ് മണി അല്ലെങ്കിൽ റിസർവ് മണി അല്ലെങ്കിൽ മോണിറ്ററി ബേസ് എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ RBI ഇതുവരെ അടിച്ചിറക്കിയ പൈസ, ആ പൈസ ഒന്നെങ്കിൽ ജനങ്ങളുടെ കയ്യിലോ അല്ലെങ്കിൽ ബാങ്കുകളുടെ കയ്യിലോ ഉണ്ടാകും. അപ്പൊ ഇതിനെ ചേർന്നിട്ടുണ്ട്. അപ്പൊ ദ കറൻസി ഇഷ്യൂഡ് ബൈ ദ സെൻട്രൽ ബാങ്ക് ക്യാൻ ബി ഹെൽഡ് ബൈ പബ്ലിക് ഓർ കൊമേഴ്ഷ്യൽ ബാങ്ക്. അപ്പൊ ശ്രദ്ധിക്കുക, സെൻട്രൽ ബാങ്ക് അടിച്ചിറക്കുന്ന പൈസ, സെൻട്രൽ ബാങ്ക് പ്രിന്റ് ചെയ്തിട്ടുള്ള കറൻസി എന്ന് പറയുന്നത് അത് എന്ത് ചെയ്യുന്നുണ്ട്? അത് പൊതുജനങ്ങളുടെ കയ്യിലോ അല്ലെങ്കിൽ ആരുടെ കയ്യിലോ ഉണ്ടാകും? പൊതുജനങ്ങളുടെ കയ്യിലുണ്ടാകും, അല്ലെങ്കിൽ അത് പിന്നെ ബാങ്കുകളുടെ കയ്യിലുണ്ടാകും. അപ്പൊ ശ്രദ്ധിക്കുന്ന ഇവിടെ പറഞ്ഞ മനസ്സിലായല്ലോ. ഇവിടെ പറയുന്നത് ദ കറൻസി ഇഷ്യൂഡ് ബൈ ദ സെൻട്രൽ ബാങ്ക് ക്യാൻ ബി ഹെൽഡ് ബൈ പബ്ലിക് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്. ക്ലിയർ ആണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈ പവേർഡ് മണി, അല്ലെങ്കിൽ റിസർവ് മണി, അല്ലെങ്കിൽ മോണിറ്ററി ബേസ്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം, എന്താണ് മോണിറ്ററി ബേസ്, എന്താണ് ഹൈ പവേർഡ് മണി, എന്താണ് റിസർവ് മണി എന്ന് ചോദിച്ച ആൻസർ പറയാമല്ലോ. ഇറ്റ് ആക്ട്സ് ആസ് എ ബേസിസ് ഫോർ ക്രെഡിറ്റ് ക്രിയേഷൻ. അപ്പൊ ക്രെഡിറ്റ് ക്രിയേഷന്റെ ബേസ് എന്ന് പറഞ്ഞതല്ലേ ഇത് ഉപയോഗിച്ചിട്ടില്ലേ? നിങ്ങൾ നോക്കി എങ്ങനെയാ ക്രെഡിറ്റ് ക്രിയേഷൻ നടക്കുന്നത്? നമ്മുടെ രാജ്യത്ത് ക്രെഡിറ്റ് ക്രിയേഷൻ നടക്കുന്ന എങ്ങനെയാണ്? ജനങ്ങൾ അവരുടെ കയ്യിലുള്ള ഫണ്ട് കൊണ്ട് ബാങ്കിൽ എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ചെയ്യും, അല്ലെ? ഈ ബാങ്ക് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ജനങ്ങൾക്ക് ലോൺസ് ആയിട്ട് കൊടുക്കുന്നത് അല്ലേ ക്രെഡിറ്റ് ക്രിയേഷൻ. അപ്പോൾ ഈ പറയുന്ന ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ക്രെഡിറ്റ് ക്രിയേഷൻ നടക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണ്. ഇനി കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ് വാണിജ്യ ബാങ്കുകൾ. ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കകത്ത് എന്തുണ്ട്? പബ്ലിക് സെക്ടർ ബാങ്കും ഉണ്ട്, പ്രൈവറ്റ് സെക്ടർ ബാങ്കും ഉണ്ട്. പബ്ലിക് സെക്ടർ ബാങ്ക് പൊതുമേഖലാ ബാങ്ക്, SBI, കാനറ ബാങ്ക്, ഇതെല്ലാം പൊതുമേഖലാ ബാങ്ക്, ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ളതാണ് പബ്ലിക് സെക്ടർ, പൊതുമേഖലാ ബാങ്ക്. പ്രൈവറ്റ് സെക്ടർ എന്ന് വെച്ചാൽ സ്വകാര്യ ബാങ്കുകൾ, അതിനകത്ത് HDFC, ICICI, ഇതെല്ലാം സ്വകാര്യ ബാങ്കുകളാണ്. ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് SBI ആണ്, ഏറ്റവും വലിയ സ്വകാര്യ ബാങ്ക് HDFC ആണ്. അതൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാം. ഈ ബാങ്കുകൾ എന്താ ചെയ്യുന്നത്? അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം പബ്ലിക് ആൻഡ് ലെൻഡ് ഔട്ട് ദ പാർട്ട് ടു ഫണ്ട് ദോസ് ഹു വാണ്ട് ദ ബോർ. അപ്പൊ അതായത് ഇവർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ ഇവിടെ പറഞ്ഞു. ഈ ബാങ്കുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഒരു ബാങ്കിന് നമുക്ക് എക്സാമ്പിൾ എടുക്കാം. ബാങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ബാങ്കിലോട്ട് ഫണ്ട് വരുന്നുണ്ട്, ബാങ്കിലോട്ട് ജനങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, ബാങ്കിലോട്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നു ജനങ്ങൾ. ഈ പൈസ ബാങ്ക് എന്ത് ചെയ്യാറുണ്ട്? മറ്റുള്ള ആൾക്കാർക്ക് ലോൺസ് ആയിട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ബാങ്ക് പ്രവർത്തിക്കുന്നത്. അപ്പൊ ബാങ്കിലോട്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട്, ബാങ്ക് അത് ജനങ്ങൾക്ക് ലോണുകളായിട്ട് കൊടുക്കാറുണ്ട്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ബാങ്ക് പ്രവർത്തിക്കുന്നത്, ബാങ്ക് ഫംഗ്ഷൻ ചെയ്യുന്നു.
ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ബാങ്ക് എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് കൊടുക്കണം അല്ലെ? ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ബാങ്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം. ലോൺ കൊടുത്തിട്ടുള്ള ആൾക്കാർ ബാങ്കിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പൊ ലോൺ കൊടുത്തിട്ടുള്ള ആൾക്കാർ ബാങ്കിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പൊ ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക്, ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇനി ബാങ്കുകൾക്ക് ലോൺ കൊടുത്തിട്ടുള്ള ആൾക്കാർ അങ്ങോട്ട് ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇതിപ്പോ ഒരു 7% ആണെങ്കിൽ ഇതൊരു 5% ആയിരിക്കും. അതായത് എപ്പോഴും ബാങ്ക് ലോൺ കൊടുത്തിട്ട് വാങ്ങുന്ന പലിശ ഉണ്ടല്ലോ, അതിനേക്കാളും കുറവായിരിക്കും ഡെപ്പോസിറ്റ് സ്വീകരിച്ചിട്ട് കൊടുക്കുന്ന പലിശ. അപ്പോൾ ലോൺ കൊടുത്തിട്ട് കിട്ടുന്ന പലിശ ഒരു 7%, ഡെപ്പോസിറ്റ് കൊടുത്തിട്ട് കൊടുക്കുന്ന പലിശ 5%. ഇത് തമ്മിലുള്ള വ്യത്യാസം 2%. ഇതിനെയാണ് നമ്മൾ നെറ്റ് ഇൻട്രസ്റ്റ് സ്പ്രെഡ് എന്ന് പറയുന്നത്. അതായത് ബാങ്കിന്റെ പ്രോഫിറ്റ്, ബാങ്കിന്റെ ലാഭം എന്ന് പറയുന്നത് നെറ്റ് ഇൻട്രസ്റ്റ് സ്പ്രെഡ് ആണ്. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഇവിടെ നോക്കട്ടെ. The interest rate paid by the bank to the depositor is lower than the rate charged from the borrowers. This difference between the two types of interest is called spread അല്ലെങ്കിൽ net interest spread എന്ന് പറയും. അതാണ് ബാങ്കിന്റെ പ്രോഫിറ്റ്. യെസ്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക് മീഡിയേറ്റ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആൻഡ് ഫേംസ്. അതായത് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ വ്യക്തികളും സ്ഥാപനങ്ങൾക്കിടയിൽ ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നു. ഒരുപാട് ഫണ്ട് കയ്യിലുള്ള ആൾക്കാർ ബാങ്കിൽ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഫണ്ട് വേണം, ഫണ്ടിന് ആവശ്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ വന്നിട്ട് അത് ലോൺസ് ആയിട്ട് എടുത്തുകൊണ്ട് പോകുന്നു. ഓക്കെ അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. ഇനി ബാങ്കുകളിൽ വരുന്ന അസറ്റും ലയബിലിറ്റീസും എന്താണെന്ന് നോക്കാം. അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ പറഞ്ഞു ബാങ്കുകളിലോട്ട് വരുന്ന ഡെപ്പോസിറ്റിനെ പറ്റി നമ്മൾ പറഞ്ഞു. അതായത് ബാങ്ക്സിലോട്ട് ഡെപ്പോസിറ്റുകൾ വരാറുണ്ട് അല്ലെ? ജനങ്ങൾ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ബാങ്ക് ഈ പൈസ എടുത്ത് എന്ത് ചെയ്യാറുണ്ട്? ലോൺസ് കൊടുക്കാറുണ്ട്. അപ്പൊ ബാങ്കിലോട്ട് വരുന്ന ഡെപ്പോസിറ്റുകൾ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അസറ്റ് ആണോ ലയബിലിറ്റി ആണോ ആസ്തിയാണോ ബാധ്യതയാണോ? നിങ്ങൾ പറഞ്ഞേ. ബാങ്കിലോട്ട് വരുന്ന പൈസയാണ്. അത് ബാങ്ക് നമ്മളിപ്പോ ബാങ്കിൽ കൊണ്ട്, ഞാനിപ്പോ SBIയിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു. ബാങ്ക് അത് എനിക്ക് തിരിച്ചു തരാനുള്ള ബാധ്യസ്ഥനാണ് ഞാൻ ചോദിച്ചു കഴിയുമ്പോൾ അല്ലെ? അതിന്റെ അർത്ഥം ബാങ്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന ഡെപ്പോസിറ്റ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈബിലിറ്റിയാണ് അല്ലെ? ബാധ്യതയാണ്. ബാങ്കിൽ നിക്ഷേപിക്കുന്ന പൈസ ബാങ്കിന്റെ ബാധ്യതയാണ്. അത് എന്നായാലും തിരിച്ചു കൊടുക്കണം. അതേസമയം ലോണുകൾ, ബാങ്ക് കൊടുക്കുന്ന ലോണുകൾ, അതായത് കുറെ ആൾക്കാർക്ക് ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, അതായത് ഞാൻ ബാങ്കിന് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അതായത് ബാങ്കിന്റെ അസറ്റാണത്. ബാങ്ക് കൊടുക്കുന്ന ലോണുകൾ ബാങ്കിന്റെ അസറ്റാണ്. ഓക്കെ അല്ലേ? അപ്പൊ ബാങ്കുകളിലോട്ട് വരുന്ന ഡെപ്പോസിറ്റുകൾ ബാങ്കിന്റെ ലൈബിലിറ്റിയും ബാങ്കുകൾ കൊടുക്കുന്ന ലോണുകൾ ബാങ്കിന്റെ അസറ്റുമാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. സപ്പോസ് ബാങ്കിലോട്ട് ഇപ്പോൾ 100 രൂപ ടോട്ടൽ നിക്ഷേപം വന്നു കഴിഞ്ഞാൽ, ബാങ്കിലോട്ട് ഇപ്പോൾ ടോട്ടൽ നിക്ഷേപമായിട്ടൊരു 100 രൂപ വന്നു. ഇപ്പൊ SBIയിലോട്ട് ടോട്ടൽ നിക്ഷേപമായിട്ടൊരു 100 രൂപ വന്നു എന്ന് വിചാരിക്കുക. ഈ പറയുന്ന 100 രൂപ മുഴുവനായിട്ടും എന്ത് ചെയ്യാൻ പറ്റില്ല? ലോണുകളായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അതിന്റെ ഒരു നിശ്ചിത ശതമാനം, ഫോർ എക്സാമ്പിൾ 100ന്റെ ഒരു 10% നമ്മൾ എന്ത് ചെയ്യണം? RBIയിൽ ഒരു കരുതലായിട്ട് സൂക്ഷിക്കണം, റിസർവ് ആയിട്ട് സൂക്ഷിക്കണം. അപ്പോൾ ബാങ്കിൽ വരുന്ന മൊത്തം ഡെപ്പോസിറ്റിന്റെയും മുഴുവൻ നമുക്ക് ലോണുകളായിട്ട് കൊടുക്കാൻ പറ്റില്ല. ഇതിന്റെ ഒരു നിശ്ചിത ശതമാനം RBIയിൽ നമ്മൾ ഡെപ്പോസിറ്റ് ആയിട്ട് സൂക്ഷിക്കണം. അതിനെയാണ് നമ്മൾ CRR എന്ന് പറയുന്നത്, ക്യാഷ് റിസർവ് റേഷ്യോ. നമ്മൾ റിസർവ് ആയിട്ട് സൂക്ഷിക്കുക. RBIയിൽ ഡെപ്പോസിറ്റ് അല്ല, RBIയിൽ റിസർവ് ആയിട്ട് സൂക്ഷിക്കുക. അതിനെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ, CRR എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ബാങ്കിൽ ഒരു 20% സൂക്ഷിക്കണം. അതിനെയാണ് SLR എന്ന് പറയുന്നത്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, SLR. അതായത് ഒരു 20 രൂപ. അതായത് ബാങ്കിൽ വരുന്ന ഡെപ്പോസിറ്റുകൾ മുഴുവനായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ലോണുകളായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ബാങ്കിൽ വരുന്ന നിക്ഷേപത്തിന്റെ ഒരു നിശ്ചിത ശതമാനം RBIയിൽ CRR ആയും സ്വന്തം ബാങ്കിൽ SLR ആയും സൂക്ഷിക്കണം. ഇപ്പോൾ 10 രൂപ RBIയിൽ CRR ആയി, 20 രൂപ സ്വന്തം ബാങ്കിൽ SLR ആയി സൂക്ഷിച്ചു. അപ്പൊ നോക്കി, 30 രൂപ മൊത്തം റിസർവ് കരുതലായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ബാക്കി 70 രൂപ മാത്രമേ ജനങ്ങൾക്ക് ലോൺ ആയിട്ട് കിട്ടത്തുള്ളൂ. മനസ്സിലായല്ലോ? മൊത്തം 70 രൂപ മാത്രമേ ജനങ്ങൾക്ക് ലോൺ ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ ഇനിയൊരു കാര്യം ശ്രദ്ധിക്കുക. ഈ ലോൺ എന്ന് പറയുന്നത് ബാങ്കിന്റെ അസറ്റ് ആണ്. അതുപോലെ ബാങ്ക് മാറ്റിവെച്ചിട്ടുള്ള റിസർവ് എന്ന് പറയുന്നതും ബാങ്കിന്റെ അസറ്റ് ആണ്. ഇവിടെ പറഞ്ഞ എന്താണ്? ഈ ലൈബിലിറ്റി ഡെപ്പോസിറ്റ് ആണെങ്കിൽ ലോണും അസറ്റ് ആണ്. അതുപോലെ തന്നെ മാറ്റിവെച്ചിട്ടുള്ള റിസർവും എന്താണ്? അസറ്റ്. റിസർവ് എന്ന് പറയുമ്പോൾ അതിനകത്ത് CRRഉം വരും, SLRഉം വരും. CRRഉം SLR ഇത് രണ്ടും തന്നെ ബാങ്കിന്റെ എന്താണ്? അസറ്റ് ആണ്, ആസ്തിയാണ്. ബാങ്കിലോട്ട് വരുന്ന നിക്ഷേപത്തിന്റെ നിശ്ചിത ശതമാനം ബാങ്ക് റിസർവ് ആയിട്ട് മാറ്റി.
CRR ആയിട്ട് RBL കൊണ്ട് സൂക്ഷിച്ചു, SLR ആയിട്ട് സ്വന്തം ബാങ്കിൽ സൂക്ഷിച്ചു. രണ്ടും തന്നെ അസറ്റാണ്, ലോണുകളും അസറ്റാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അതാണ് ഇവിടെ പറയുന്നത്. അസറ്റ് എന്ന് വെച്ചാൽ ബാങ്കിന്റെ റിസർവ് പ്ലസ് ലോൺ, ലൈബിലിറ്റി എന്ന് വെച്ചാൽ ബാങ്കിൽ വരുന്ന ഡെപ്പോസിറ്റുകൾ. ഇനി നെറ്റ് വർത്ത് എന്ന് വെച്ചാൽ ഒരു ബാങ്കിന്റെ ഏതൊരു സ്ഥാപനത്തിന്റെ നെറ്റ് വർത്ത് എന്ന് വെച്ചാൽ എന്തായിരിക്കും? എപ്പോഴും നമുക്കറിയാം അസറ്റ് സൈഡും ലൈബിലിറ്റി സൈഡ് ഈക്വൽ ആയിരിക്കും ബാലൻസ് ഷീറ്റിൽ. അതുകൊണ്ടാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അസറ്റ് മൈനസ് ലൈബിലിറ്റി എത്രയോ അതാണ് നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. നെറ്റ് വർത്ത് 0 ആയിരിക്കും. അസറ്റും ലൈബിലിറ്റിയും തുല്യമായതുകൊണ്ട് നെറ്റ് വർത്ത് 0 ആയിരിക്കും. നെറ്റ് വർത്ത് 0 ആണ്. ഓക്കെ അല്ലേ? അസറ്റ് മൈനസ് ലൈബിലിറ്റി ഇവിടെ കൊടുക്കുന്നുണ്ട്. ബാങ്കിന്റെ അസറ്റ് ഇവിടെ തൽക്കാലം ബാങ്കിലോട്ട് വരുന്ന ഡെപ്പോസിറ്റ് 100 രൂപയാണ്, റിസർവ് ആയിട്ട് മാറ്റി വെച്ച 100 രൂപ, നെറ്റ് വർത്ത് 0. അപ്പൊ ടോട്ടൽ കണ്ടല്ലോ, ക്ലിയർ അല്ലേ? ഇനി എമൗണ്ടിനെ പറ്റി നമുക്ക് പറയാവേ, താഴെ പറയാം. ഇനി അടുത്ത് നമ്മളിവിടെ CRRനെ SLRനെ പറ്റിയാണ് പറയുന്നത്. CRR എന്ന് വെച്ചാൽ പെർസെന്റേജ് ഓഫ് ഡെപ്പോസിറ്റ് വിച്ച് എ ബാങ്ക് മസ്റ്റ് കെപ്റ്റ്. എന്തായിട്ട് സൂക്ഷിക്കാനുള്ളതാണ് ബാങ്ക് നമ്മളെ ഈ പറയുന്ന പോലെ റിസർവ് ആയിട്ട് എവിടെ സൂക്ഷിക്കണം? RBIയിൽ സൂക്ഷിക്കണം. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? CRR എന്ന് പറയുന്നത്. സ്വന്തം ബാങ്കിൽ സൂക്ഷിക്കുന്നതിനാണ് SLR എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇപ്പൊ CRRഉം SLRഉം, CRR RBIയിൽ സൂക്ഷിക്കാനുള്ളതാണെങ്കിൽ SLR സ്വന്തം ബാങ്കിൽ തന്നെ സൂക്ഷിക്കാനുള്ളതാണ്. ഇനി എപ്പോഴും ഓർത്തിരിക്കുക, SLR ആയിരിക്കും ഉള്ളതിൽ വലുത്, CRR ആണ് ചെറുത്. CRR കാശായിട്ട് മാത്രമേ സൂക്ഷിക്കാൻ പറ്റത്തുള്ളൂ. RBIയിൽ കാശായിട്ട് മാത്രമേ സൂക്ഷിക്കാൻ പറ്റത്തുള്ളൂ. SLR കാശായിട്ട് സൂക്ഷിക്കാം, ഗോൾഡ് ആയിട്ട് സൂക്ഷിക്കാം, ഗവൺമെന്റ് സെക്യൂരിറ്റി ആയിട്ട് സൂക്ഷിക്കാം. ഇനി അടുത്തിവിടെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ നമുക്കറിയാം RBI ഉണ്ടല്ലോ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നമ്മുടെ രാജ്യത്ത് മണി സപ്ലൈ പണത്തിന്റെ അളവ് നിയന്ത്രിക്കാൻ വേണ്ടി എന്തൊക്കെ ടൂൾസ് യൂസ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് നമ്മളിവിടെ മോണിറ്ററി പോളിസി എന്ന് പറയുന്ന ഒരു പോർഷൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. മോണിറ്ററി പോളിസി. അപ്പൊ മോണിറ്ററി പോളിസിയുടെ ഭാഗമായിട്ട് RBI എന്തൊക്കെ ടൂളുകളാണ് നടപ്പിലാക്കുന്നത്? ഇനി അങ്ങോട്ട് നമുക്ക് RBIയും അതുമായിട്ട് ബന്ധപ്പെട്ട പോർഷൻസ് ആണ് നോക്കാനുള്ളത്. അപ്പൊ RBIയുടെ ടൂൾസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന വീഡിയോയിൽ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം? RBIയും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ടൂൾസ്, റിപ്പോ, റിവേഴ്സ് റിപ്പോ, അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്ന വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ചെറിയൊരു പോർഷൻ മാത്രം മതി. കൂടുതൽ നിങ്ങൾക്ക് ചെറിയ വീഡിയോസ് ആയിട്ട് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാകാൻ വേണ്ടിയാണ്. വലിയൊരു വീഡിയോ ആകുന്ന സമയത്ത് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ കുറച്ച് പോർഷൻസ് ആയിട്ട് ഇടാം. സെക്കൻഡ് പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.